सर्वेषां स्वागतं। संस्कृतं पठनं तत्र सहस्रनामद्वारा संस्कृतपठनम् इदानीं वयं कुर्मः। अस्तु, किञ्चित् वयं पठितवन्तः, तद् कुर्मः किल? सर्वे मिलित्वा कुर्वन्तु। यः कोऽपि करोति वा पठितम्? अस्तु, अहमेव करोमि। ओं वेदव्यासः ऋषिः अनुष्टुप् छन्दः श्रीविश्वरूपो महाविष्णुर्देवता शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाकारं गगनसदृशं मेघवर्णं शुभांगं लक्ष्मीकान्तं कमलनयनं योगिहृद्ध्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम्। विश्वं विष्णुर्वषट्कारो भूतभव्यभवत्प्रभु भूतकृत् भूतभृद्भावो भूतात्मा भूतभावन भूतात्मा परमात्मा च मुक्तानां परमागति अव्यय पुरुषः साक्षी ക്ഷേത്രജ്ഞോക്ഷര ഏവ ച. ഇത്ര വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുള്ളത്. ഇനി അതിന്റെ അടുത്ത ബാക്കിയുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അടുത്തത് യോഗോ യോഗവിദാം നേതാ പ്രധാന പുരുഷേശ്വര നാരസിംഹവപു ശ്രീമാൻ കേശവ പുരുഷോത്തമ. അവിടെ പദങ്ങള് യോഗ യോഗവിദാം നേതാ പ്രധാന പുരുഷേശ്വര നാരസിംഹവപു ശ്രീമാൻ കേശവ പുരുഷോത്തമ. ഇത്രയുമാണ് പദങ്ങളുള്ളത്. ഓരോരോ പദങ്ങളായിട്ട് നമുക്ക് നോക്കണം. അപ്പൊ ആദ്യത്തെ പദം എന്ന് പറയുന്നത് യോഗ എന്നുള്ളതാണ്. യോഗ യോഗ എന്നുള്ളത് അകാരാന്തമായിട്ടുള്ള രൂപമാണ് യോഗ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ അതൊക്കെ പ്രഥമ ഏകവചനം ആയിട്ടുള്ള രൂപങ്ങളാണ് പൊതുവെ ഉണ്ടാവുക. ഇത് യോഗ എന്നുള്ളത് അകാരാന്തം പുല്ലിംഗം പ്രഥമ ഏകവചനമായിട്ടുള്ള രൂപമാണ്. അപ്പോ അതിന്റെ ചതുർത്ഥി കൂടി നമുക്ക് ആവശ്യമുണ്ട്. അത് നമ്മളിപ്പം കുറെ അകാരാന്തം ചൊല്ലിയത് കൊണ്ട് നമുക്ക് എളുപ്പമുണ്ട്. യോഗ യോഗവും യോഗ ഹേ യോഗ ഹേ യോഗവും ഹേ യോഗ യോഗം യോഗവും യോഗാൻ യോഗേന യോഗാഭ്യാം യോഗയെ കഴിഞ്ഞാൽ യോഗായ എന്നാണ് ചതുർത്ഥി വരിക. അപ്പൊ യോഗായ എന്ന് വരും ചതുർത്ഥി. അപ്പൊ യോഗ, ഈ യോഗ എന്ന് പറഞ്ഞാൽ എന്താണ്? യോഗം, യുക്ക് യോഗം, അതായത് യോജിക്കുക എന്നുള്ളൊരർത്ഥം വരും. യോജിക്കുക, ആ ഒരർത്ഥമാണ് ആ വാക്കിന്റെ അർത്ഥമായിട്ട് വരിക. അതായത് രണ്ട് വിഷയങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയവുമായിട്ട് യോജിക്കുക, ആ അർത്ഥത്തിലാണ് യോഗം എന്നൊക്കെ പറയാം. ഇവിടെ ഈ പരമാത്മാവ് ജീവാത്മാവ് എന്നൊക്കെ നമ്മൾ അറിയാലോ. അത് യോജിക്കുന്ന എന്നുള്ള അർത്ഥത്തിലാവാം.
ഇനി അതല്ലെങ്കിൽ വേറൊരു അർത്ഥത്തിലുണ്ട്, ഈ ബാഹ്യമായിട്ടുള്ള പലതരം വിഷയങ്ങളുണ്ടല്ലോ, ആ വിഷയങ്ങളിൽ നിന്നൊക്കെ അകന്നിട്ട് പിന്നെ ഉയർന്ന ചിന്താഗതിയിലേക്ക് യോഗം ചെയ്യുക. യോഗം ചെയ്തിട്ട് അതിലൂടെ നമുക്ക് വേണ്ടതായിട്ടുള്ള ഈ ആത്മശാന്തി അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം ഇതൊക്കെ നേടാൻ പറ്റുന്ന തരത്തിലുള്ള എന്നർത്ഥം. ഇപ്പൊ യോഗത്തിലൂടെയാണ് പലതും നമുക്ക് കിട്ടുക. യോഗം എപ്പോഴും ഉണ്ടാവണം, ആ ഭഗവാനുമായിട്ട് യോഗം ഉണ്ടാവുക, അത് വേണമെന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള യോഗത്തിന്റെ ആളാണ്, അല്ലെങ്കിൽ യോഗത്തിലൂടെ മാത്രം നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ആളാണ് എന്നും പറയാം. അപ്പൊ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇന്ദ്രിയങ്ങളെയൊക്കെ കീഴടക്കിയിട്ട് അവിടേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകണം. മനസ്സ് മറ്റുള്ള ഇന്ദ്രിയങ്ങളിലേക്ക് പോവാതെ അവിടുന്ന് കൊണ്ടുപോകാൻ സാധിക്കണം. അങ്ങനെയുള്ള അതുകൊണ്ട് അങ്ങനെ യോഗം ചെയ്യാൻ പറ്റിയ ആളായത് കൊണ്ടാണ് വിഷ്ണുവിന് യോഗ എന്നൊരു പേര്. അപ്പൊ യോഗ, അപ്പൊ അതിന്റെ നാമാവലിയായിട്ട് വരുമ്പോ യോഗായ എന്ന് വരും. അപ്പൊ യോഗായ നമ എന്ന് വരും. അടുത്ത പദം എന്ന് പറയുന്നത് യോഗവിദാം നേത എന്നാണ്. അപ്പൊ യോഗവിദാം നേത, അവിടെ ശരിക്കും 3 പദങ്ങളാണുള്ളത്. യോഗ എന്നുള്ള പദം, വിദാം എന്നുള്ള പദം, നേത എന്നുള്ള പദം. വേറെ ആക്കേണ്ട ആവശ്യമില്ല. പക്ഷെ യോഗവിദാം നേത എന്ന് ഒരുമിച്ച് തന്നെയാണെങ്കിലും അതിൽ അടങ്ങിയ വാചകങ്ങൾ പറഞ്ഞു മാത്രം. യോഗ എന്നുള്ളത് നമ്മളിപ്പം മനസ്സിലാക്കി. വിദാം എന്ന് പറഞ്ഞാൽ വിത്ത്, അതിന്റെ ആണ് വിദാം. വിത്ത്, വിധവും വിധ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ അതിന്റെ ഷഷ്ടിയായിട്ടുള്ള രൂപമാണ് വിദാം എന്നുള്ളത്. അപ്പൊ വിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വേത്തി, വിത്ത്. വേത്തി ഇത് വിത്താണ്, അറിയുന്നയാളാണ് വിത്ത്, അറിയുന്നയാളാണ് വിത്ത്. സംസ്കൃത വിത്ത്, ബ്രഹ്മവിത്ത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിയുന്നയാൾ. അപ്പൊ അങ്ങനെ വിത്ത് എന്ന് പറയുമ്പോൾ അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കിയ ആള് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ വിത്തുക്കളുടെ എന്നർത്ഥം. വിദാം എന്ന് പറയുമ്പോ വിത്തുക്കളുടെ, വിത്തുക്കളായിട്ടുള്ളവരുടെ. ഇപ്പൊ യോഗവിദാം എന്ന് വരുമ്പോ യോഗത്തെ അറിയുന്നയാളാണ് യോഗവിത്ത്. തേഷാം യോഗവിദാം, യോഗത്തെ അറിയുന്നവരുടെ എന്നർത്ഥം. ഈ യോഗം എന്ന് പറഞ്ഞ ആ വിഷയം, അതായത് ഇന്ദ്രിയങ്ങളെ ഒക്കെ സംഭരിച്ച് അതിൽ നിന്നും നമുക്ക് വേണ്ടതായ രീതിയെ മനസ്സിലാക്കാൻ അറിയുന്ന, അതാണ് യോഗവിത്ത്. അവരുടെ നേതാ, അവർക്കൊക്കെ നേതാവായിട്ടുള്ള എന്നർത്ഥം. അങ്ങനെയല്ലേ ആള്, അത് ആ ദേവൻ എന്നർത്ഥം. യോഗവിദാം നേതാ എന്നുള്ളതാണ്, അങ്ങനെ വരുന്നതാണ്. അപ്പൊ യോഗവിദാം നേതാ എന്നുള്ളത് ഈ ഋകാരാന്തായിട്ടുള്ള രൂപമാണ്. പിതാ, പിതരോ, പിതര എന്നൊക്കെ പറയുന്നത് പോലെ നേതാ എന്നുള്ളത് നേതാ, നേതാരോ, നേതാര. ഹേ നേത, ഹേ നേതാരോ, ഹേ നേതാര. നേതാരം, നേതാരോ, നേതൃൻ. നേത്രാ, നേതൃഭ്യാം, നേതൃഭി. നേത്രേ, നേതൃഭ്യാം, നേതൃഭ്യ. നേതു, നേതൃഭ്യാം, നേതൃഭ്യ. നേതു, നേത്രോ, നേതൃണാം, നേതരി, നേത്രോ, നേതൃഷു. അങ്ങനെയാണ് രൂപം വരിക. അപ്പോ അവിടെ ചതുർത്ഥിയായിട്ട് വരുന്നത് നേത്രേ എന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ നാമാവലിയായിട്ട് ചെല്ലുമ്പോ യോഗവിദാം നേത്രേ നമ എന്ന് ചെല്ലും. അപ്പൊ യോഗായ നമ, യോഗവിദാം നേത്രേ നമ, അങ്ങനെ 2 പദങ്ങൾ കിട്ടി. അപ്പൊ യോഗോ യോഗവിദാം നേതാ എന്ന് കിട്ടി. അടുത്തത് പ്രധാന പുരുഷേശ്വര. അവിടെയും 3 പദങ്ങളാണ്. പ്രധാന, പുരുഷ, ഈശ്വര, ഇങ്ങനെ 3 പദങ്ങളാണ് അവിടെ ഉള്ളത്. പ്രധാന എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ നമുക്കറിയുന്ന വളരെ പ്രധാനപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിൽ എടുക്കാൻ വേണമെങ്കിൽ, പക്ഷെ അതിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട്. പുരുഷ, ആ പുരുഷ എന്ന് വരുമ്പോഴാണ് പ്രധാനയ്ക്ക് വേറൊരു അർത്ഥം ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നുന്നത്.
പുരുഷനാവുമ്പോൾ പ്രധാന വേറൊരു അർത്ഥത്തിലാവില്ല. പുരുഷനും പ്രകൃതി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പ്രധാന എന്നുള്ളതിന് അങ്ങനെ ഒരു, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണത്. വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. എന്താണ് ഈ പ്രധാന? ഈ പുരുഷനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത് അത് മായയാണ്. മായ അല്ലെങ്കിൽ ശക്തി എന്നൊക്കെ പറയാം. അതാണ് പ്രധാന ആയിട്ടുള്ളത്. ഇപ്പോ പ്രധാന പുരുഷ, ഇപ്പൊ പ്രധാനയുടെയും പുരുഷന്റെയും ഈശ്വര, ആ രണ്ട് വിഷയത്തിന്റെയും ഈശ്വരനാണ്. പുരുഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മായയുടെയൊക്കെ നേതാവായിട്ട് അല്ലെങ്കിൽ അതിൻ്റെയും അപ്പുറത്തുള്ളതായിട്ടുള്ള ഒരു രൂപമാണ് പുരുഷൻ എന്ന് പറയുന്നത്. ആ പുരുഷൻ എന്ന് പറയുന്നത് വേറൊരു അർത്ഥത്തിൽ പറയാന്ന് വെച്ചാല് ഈ നമ്മുടെ ജീവാത്മാവ് ഉണ്ടല്ലോ, ഓരോ ആൾക്കാരിലും ജീവാത്മാവ് വേറെ കിടക്കുന്നുണ്ടല്ലോ. ആ ജീവാത്മാവ് എന്ന് പറയുന്ന ആ ജീവാത്മാവ് നമ്മുടെ ശരീരത്തില് കുടികൊള്ളുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു വ്യക്തിത്വം, അതിനെ പുരുഷൻ എന്ന് പറയാനും അങ്ങനെയും പറയാം. അതായത് ജീവൻ എന്ന് പറഞ്ഞാലും തെറ്റില്ല, അങ്ങനെയൊക്കെ പറയാം. അപ്പോ മായയുടെയും ജീവന്റെയും ഒക്കെ പുരുഷന്റെയും ഒക്കെ ഈശ്വരൻ, അതാണ്. അതിനൊക്കെ ഐശ്വര്യഭാവം കൈവരുന്നത് ഈ ഒരു ശക്തിയിലൂടെയാണ് എന്നുള്ള അർത്ഥത്തിൽ പ്രധാന പുരുഷേശ്വര. അപ്പൊ ഈശ്വര എന്നാണല്ലോ അവസാനം വരുന്നത്, അതുകൊണ്ട് അകാരാന്താണ്. അപ്പോൾ ഈശ്വരായ എന്ന് വരും. പ്രധാന പുരുഷേശ്വരായ, പുരുഷ ഈശ്വര കൂടി വരുമ്പോ പുരുഷേശ്വര എന്ന് വരും. അവിടെ ധ എന്നുള്ള അക്ഷരം ശ്രദ്ധിച്ചാൽ മതി. പ്രധാന എന്നായാൽ പോരാ. കാരണം എന്താന്ന് വിചാരിച്ചാല് പ്രദാനം ചെയ്യുക എന്നുള്ളത് കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ അതല്ല, പ്രധാന എന്ന് തന്നെ പറയണം, എന്നാൽ തന്നെ ശരിയാവുള്ളൂ. അപ്പൊ പ്രധാന പുരുഷേശ്വര, പുരുഷേശ്വ എന്ന് തന്നെ ചെല്ലണം. ചിലപ്പോ നമ്മളൊക്കെ ചെല്ലുമ്പോ അക്ഷരം കുറച്ചൊക്കെ ഒരു വ്യത്യാസമായിട്ട് വരും. പുരുഷേശ്വര എന്നാവും. പുരുഷേശ്വര ആയാൽ കേൾക്കുന്നവർക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നില്ല, പക്ഷെ അറിയുന്നവർക്ക് പുരുഷേശ്വര തെറ്റാന്ന് പറയും. പുരുഷേശ്വ എന്നുള്ളത് കൂട്ടക്ഷരാണ്. പുരുഷേശ്വര, പ്രധാന പുരുഷേശ്വര, പ്രധാന പുരുഷേശ്വര, പ്രധാന പുരുഷേശ്വര. അടുത്തത് നാരസിംഹവപു എന്നാണ്. നാരസിംഹവപു, നാരസിംഹ വപു, ഇങ്ങനെ രണ്ട് രൂപങ്ങൾ പറയാം. ആ നാരസിംഹ എന്നുള്ളതിൽ നാര എന്നും സിംഹ എന്നും രണ്ടായിട്ട്, അത് വേറെ ആക്കണ്ട. എന്തായാലും നാരസിംഹ എന്ന് ഒറ്റപ്പതായിട്ടും വപു എന്ന് വേറെ, ആ രണ്ടും കൂടി കൂടിയിട്ടാണ് നാരസിംഹ വപു എന്നുള്ളത് വരിക. അപ്പൊ വപു എന്നുള്ള വാക്കിന്റെ അർത്ഥം ശരീരം എന്നാണ്. അപ്പോ നമുക്കറിയാം നരസിംഹം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. പകുതി നരനായിട്ടും പകുതി സിംഹമായിട്ടുമുള്ള രൂപം. എന്തിനു വേണ്ടിയിട്ടാണ് വന്നതെന്ന് നമുക്കറിയാം. ഹിരണ്യ കശിപുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട്, പ്രഹ്ലാദനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നരസിംഹം. അതിന്റെ നരസിംഹസ്യ അയം, അതാണ് നാരസിംഹം. നരസിംഹത്തിൻ്റെതായിട്ടുള്ള എന്നുള്ള അർത്ഥത്തിലാണ് നാര എന്ന് ദീർഘം വരാൻ കാരണം. ചിലർക്ക് സംശയം തോന്നും, നരസിംഹവപു എന്ന് പോരെ എന്ന് സംശയം തോന്നാം. അതുകൊണ്ട് പറഞ്ഞതാണ് നാരസിംഹവപു എന്ന് വരാനുള്ള കാരണം നരസിംഹസ്യ അയം, അതാണ് നാരസിംഹം. നരസിംഹസ്യ അയം രൂപം വപു, നാരസിംഹവപു. വപുസ് ശരീരം. അപ്പൊ വപു എന്നുള്ളത് പിന്നെ ഷകാരാന്താണ്. വപു എന്നല്ല ശരിക്ക്, വപുസ് എന്നാണ് ശരിക്ക് രൂപം. അപ്പൊ അത് ഷകാരാന്തായിട്ടുള്ള രൂപമാണ്. വപു, വപുഷൗ വപുഷ, ഹേ വപു ഹേ വപുഷൗ ഹേ വപുഷ, വപുഷം വപുഷൗ വപുഷ, വപുഷ വപുഭ്യാം വപുഭി, വപുഷേ എന്നാണ് വരിക. വപുഷേ എന്നാണ് അതിന്റെ ചതുർത്ഥി വരിക. അപ്പോൾ നാരസിംഹ വപു എന്ന് വരും. അതിന്റെ ചതുർത്ഥിയായിട്ട് വരുമ്പോൾ നാരസിംഹ വപുഷേ എന്ന് വരും. നാമാവലിയായിട്ട് വരുമ്പോ നാരസിംഹ വപുഷേ നമ എന്ന് വരും. അപ്പൊ നാരസിംഹ വപു
അടുത്തത് ശ്രീമാൻ. ശ്രീമാൻ, അവിടെയും രണ്ട് പദങ്ങൾ പറയാം. ശ്രീ എന്നുള്ള പദം, മാൻ എന്നുള്ള പദം. മാൻ എന്നുള്ളത് മത്ത്, അതാണ് മാൻ. ശ്രീമത്ത് ആയിട്ടുള്ള അത് മാൻ. ശ്രീ എന്ന് പറയുമ്പോൾ ഐശ്വര്യം, ലക്ഷ്മി എന്നൊക്കെ അർത്ഥം. ഇപ്പൊ ശ്രീക്ക് സമാസം പറയുകയാണെങ്കിൽ ശ്രീയുടെ മേൻ എന്ന് വേണേ പറയാം. ലക്ഷ്മി ഭഗവതിയുടെ ആ മനുഷ്യൻ, ലക്ഷ്മി ഭഗവതിയുടെ ഭർത്താവ്, ശ്രീമാൻ, ആണ് ശ്രീമാൻ. മത്ത് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ശ്രീമത്ത് എന്ന് പറയുമ്പോൾ ഐശ്വര്യ പൂർണ്ണമായത് എന്നൊക്കെയുള്ള അർത്ഥം വരും. അപ്പൊ ഐശ്വര്യത്തോട് കൂടിയത് എന്നർത്ഥം, അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് വരിക. അപ്പോൾ അതിന്റെ പുല്ലിംഗ രൂപമാണ് ശ്രീമാൻ എന്നുള്ളത്. ശ്രീമത്ത് എന്ന് പറയുമ്പോൾ അത് പൊതുവായിട്ട് വരുന്ന രൂപം നപുംസകലിംഗമായിട്ടുള്ള രൂപമായിട്ട് വരും. അത് പുല്ലിംഗമാകുമ്പോൾ ശ്രീമാൻ എന്ന് വരും. ഇപ്പൊ ശ്രീമാൻ അതായത് പിന്നെ സാക്ഷാൽ ഈശ്വരന് എല്ലാ ശക്തികളും ഉള്ള ആളാണ്. പിന്നെ എല്ലാ ശക്തികളും ഭഗവാന് ഉണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ശക്തി തന്നെയാണ്. ശക്തി എന്ന് പറയുമ്പോൾ വിഷ്ണുവിന്റെ ശക്തി എന്ന് പറയുന്നത് ലക്ഷ്മിയാണ്. ആ ശക്തിയുടെ ഉടമ എന്നർത്ഥം ശ്രീമാൻ. അപ്പൊ അത് ശ്രീമാൻ എന്നുള്ളത് തകാരാന്തായിട്ടുള്ള രൂപമാണ്. ശ്രീമാൻ, ശ്രീമന്തൗ, ശ്രീമന്ത. തകാരാന്തായിട്ടുള്ള ബുദ്ധിമാൻ, ബുദ്ധിമന്തൗ, ബുദ്ധിമന്ത. അപ്പൊ ശ്രീമാൻ, ശ്രീമന്തൗ, ശ്രീമന്ത. അവിടെ ചതുർത്ഥി ആയിട്ടുള്ളത് ശ്രീമതേ എന്നാണ് വരിക. ശ്രീമതേ എന്നുള്ള രൂപമാണ് വരിക. അപ്പോ അവിടെ നാമാവലി വരുമ്പോ ശ്രീമതേ നമ എന്ന് വരും. ശ്രീമാൻ, നാരസിംഹവപു ശ്രീമാൻ. അടുത്തത് കേശവ. കേശവ എന്നുള്ളത് അകാരാന്തമായിട്ടുള്ള രൂപമാണ്. അവിടെ നാമാവലി വരുമ്പോ കേശവായ എന്ന്, കേശവായ നമ. ഈ കേശവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അതിനും രണ്ട് അർത്ഥങ്ങളൊക്കെ പറയാം. അപ്പൊ കേശം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുടി. അപ്പൊ കേശം സുന്ദരമായ കേശമുള്ള ആള് എന്നുള്ളൊരർത്ഥം പറയാം. അത് മനസ്സിലാക്കാൻ എളുപ്പത്തിന് കേശവ, അവ എന്നുള്ളത് വടിവൊത്ത എന്നൊക്കെ വേണമെങ്കിൽ എടുത്തോളൂ. അങ്ങനെയൊന്നും അല്ലെങ്കിലും കേശം വടിവൊത്തതായിട്ടുള്ള എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് വെറുതെ അങ്ങനെ നമുക്കൊരു പഠിക്കാൻ എളുപ്പത്തിന് അങ്ങനെയാവാം. വടിവൊത്ത കേശത്തോടു കൂടിയ ആള്, ഭംഗിയുള്ള കേശത്തോടു കൂടിയ ആള് എന്ന് വേണമെങ്കിൽ എടുക്കാം. സുന്ദരമായ കേശത്തോടു കൂടിയ ആള്, അങ്ങനെ ഒരു അർത്ഥമുണ്ട്. അല്ലാതെ വേറൊരു അർത്ഥം ഇങ്ങനെ ചിലര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഈ കേശി ഉണ്ടല്ലോ, കേശിയെ വധിച്ച ആള്, കേശി എന്നുള്ള ഒരു അസുരനെ വധിച്ച ആള് എന്നുള്ള ഒരർത്ഥത്തിലും കേശവൻ എന്ന് പേരുണ്ട് എന്ന് പറയപ്പെടുന്നു. ഏതായാലും ഈ രണ്ടർത്ഥത്തിലായാലും കേശവ, കേശവായ എന്ന് രൂപം. അപ്പോ നാരസിംഹവപു ശ്രീമാൻ കേശവ. അടുത്തത് പുരുഷോത്തമ. പുരുഷോത്തമ, പുരുഷോത്തമ എന്നുള്ളതും അകാരാന്തായിട്ടുള്ള രൂപമാണ്. പുരുഷോത്തമായ എന്ന് വരും. പുരുഷോത്തമായ നമ. ഈ പുരുഷോത്തമ എന്നുള്ള പദത്തില് രണ്ട് പദങ്ങളുണ്ട്. പുരുഷ, ഉത്തമ, ഇങ്ങനെ രണ്ട് പദങ്ങളുണ്ട്. പുരുഷൻ എന്നുള്ളതിന്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞു. ഉത്തമൻ എന്ന് പറഞ്ഞാൽ ഉത്തമ ആയിട്ടുള്ള അവസ്ഥ, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, പുരുഷന്മാരിൽ ഉത്തമൻ എന്നുള്ള അർത്ഥത്തില് പറയാം. അപ്പോ ഏറ്റവും ഉത്തമനായിട്ടുള്ള പുരുഷൻ, ആ അർത്ഥത്തിലാണ് പുരുഷോത്തമൻ എന്നുള്ള പേര് ഉള്ളത്. അപ്പൊ നമ്മളിപ്പം പറഞ്ഞത് ഇനി നമുക്കൊന്ന് പഠിക്കാം. ആ ശ്ലോകം നമുക്കൊന്ന് പഠിക്കാം. യോഗോ യോഗവിദാം നേതാ യോഗോ യോഗവിദാം നേതാ യോഗോ യോഗവിദാം നേതാ പ്രധാന പുരുഷേശ്വര
പ്രധാന പുരുഷേശ്വര പ്രധാന പുരുഷേശ്വര യോഗോ യോഗവിദാം നേതാ പ്രധാന പുരുഷേശ്വര നാരസിംഹവപു ശ്രീമാൻ നാരസിംഹവപു ശ്രീമാൻ നാരസിംഹവപു ശ്രീമാൻ കേശവ പുരുഷോത്തമ കേശവ പുരുഷോത്തമ നാരസിംഹവപു ശ്രീമാൻ കേശവ പുരുഷോത്തമ യോഗോ യോഗവിദാം നേതാ പ്രധാന പുരുഷേശ്വര നാരസിംഹവപു ശ്രീമാൻ കേശവ പുരുഷോത്തമ യോഗോ യോഗവിദാം നേതാ പ്രധാന പുരുഷേശ്വര നാരസിംഹവപു ശ്രീമാൻ കേശവ പുരുഷോത്തമ യോഗോ യോഗവിദ ഒരുമിച്ച് ചൊല്ലിക്കോളൂ ഒരുമിച്ച് യോഗോ യോഗവിദാം നേതാ പ്രധാന പുരുഷേശ്വര നാരസിംഹവപു ശ്രീമാൻ കേശവ പുരുഷോത്തമ. ഇപ്പൊ നാരസിംഹവപു വിസർഗമുണ്ട്, അത് ശ്രീമാൻ എന്നുള്ളതിന്റെ കൂടെ കൂടുമ്പോ ആ വിസർഗം ശ് എന്നുള്ള അക്ഷരായി മാറിയിട്ട് വപുശ്രീമാൻ എന്നാവുകയാണ് ചെയ്യുക. നാരസിംഹ വപുശ്രീമാൻ എന്ന്. അപ്പൊ ഇനി അടുത്ത ഇത് പഠിക്കാം. ഇപ്പൊ നമ്മളിപ്പോ 3 പഠിച്ചു, ഇനിയിപ്പോ 4-മത്തത് പഠിക്കാം. സർവശർവ സർ, അത് ആദ്യം പദമായിട്ട് തന്നെ പറഞ്ഞുതരാം, എന്നാൽ എളുപ്പം ഉണ്ടാവും. സർവ ശർവ ശിവ സ്ഥാണു ഭൂതാദി നിധി അവ്യയ സംഭവ ഭാവന ഭർത്താ പ്രഭവ പ്രഭു ഈശ്വര. അവിടെ ആദ്യം സർവ എന്നാണ്, സർവ വിസർഗോ സർവ. ആദ്യം വരുന്നത് സർവ എന്നുള്ള പദമാണ്, സർവ. ഇനി അതിന്റെ അർത്ഥം നമുക്ക് നോക്കാം. ഇത് സർവ എന്നുള്ളത് ഈ പുല്ലിംഗമായിട്ടുള്ള രൂപമാണ്, അകാരാന്തം പുല്ലിംഗമായിട്ടുള്ള രൂപമാണ്, സർവനാമ ശബ്ദമായിട്ട് പറയും, ഇതിന്റെ പുല്ലിംഗമായിട്ടുള്ള രൂപമാണ്. അപ്പൊ അവിടെ പിന്നെ ചതുർത്ഥി വരിക സർവസ്മൈ എന്നാണ്.
ഇപ്പൊ സർവസ്മൈ നമ എന്ന് വരും. സർവസ്മൈ നമ. ഇപ്പൊ സർവ ഇതിന്റെ അർത്ഥം എന്താണ്? സർവം എന്ന് പറഞ്ഞാൽ മുഴുവൻ എന്നുള്ള അർത്ഥമാണ്. സർവം എന്ന് പറഞ്ഞാൽ മുഴുവൻ. സർവ മുഴുവൻ ആയവൻ എന്നർത്ഥം. സർവം ആയവൻ. എല്ലാ വസ്തുക്കള്, എല്ലാ ജീവജാലങ്ങള്, അങ്ങനെ എന്തൊക്കെ ഉണ്ടോ എന്നറിയില്ല, എല്ലാം അതിന്റെ ഒക്കെ കാരണക്കാരനായിട്ടുള്ള ആൾ, അതാണ് സർവ. എല്ലാം ഉദ്ഭവിക്കുന്നതും അതെ, എല്ലാം അവസാനിക്കുന്നതും അവിടെ തന്നെയാണ്. അതുകൊണ്ടൊക്കെ സർവൻ എന്നൊരു പേര്, അതാണ് സർവ. അടുത്തത് ശർവ എന്നാണ്. ശ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, ശരിക്കും കൃത്യമായിട്ട് ഉച്ചരിച്ച് ശീലിക്കണം. ആദ്യത്തത് സ എന്നാണ്, സർവ. രണ്ടാമത്തത് ശ എന്നാണ്, ശർവ. ആദ്യത്തത് സകാരമാണ്, രണ്ടാമത്തത് ശകാരമാണ്. മാറിപ്പോയാൽ ശകാരം ഉണ്ടാവും, ശകാരം കിട്ടുന്ന പറയാം. ഇപ്പൊ സർവ ശർവ. ഇപ്പൊ ശർവ രണ്ടാമത്തത്. സാധാരണ നിലയ്ക്ക് ഈ ശിവന്റെ പര്യായത്തിൽപ്പെട്ടതാണ് ശർവ എന്നൊക്കെ. പ്രസിദ്ധമായിട്ട് ശിവന്റെ പര്യായത്തിൽ വരുന്ന വാചകമാണ്. പക്ഷെ വാക്കുകളെ കൊണ്ട് അതിന്റെ പറയുമ്പോൾ മംഗളകരമായവൻ എന്ന് ഒരർത്ഥമുണ്ട്. അതാണ് ശരിക്കും, അങ്ങനെയാണ് ഈ പേരുകളൊക്കെ വരുന്നത്. പക്ഷെ അത് ചില പേരുകൾ ചിലർക്ക് രൂഢമായിട്ട് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഇതൊക്കെ പൊതുവായിട്ട് പറയാൻ പറ്റിയ പേരുകളാണ്. അപ്പൊ ഇവിടെ മഹാവിഷ്ണുവിന്റെ പേര് ശർവ, ശ. അതായത് ഈ മംഗളകരമായവൻ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ്? ആരൊക്കെയാണോ ഭജിക്കുന്നത്, ആരൊക്കെയാണോ ഉപാസിക്കുന്നത്, അവർക്കൊക്കെ ദർശനവും കൊടുക്കും, അവർക്കൊക്കെ വേണ്ടത്ര ഐശ്വര്യങ്ങളും കൊടുക്കും. മംഗളകരമായിട്ടുള്ള അവസ്ഥ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു പേര് ശർവ. സർവ ശർവ. ആ രണ്ട് ഉച്ചാരണം കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സർവശർവ. സർവ എന്ന് വിസർഗം കൂടി വരുമ്പോ ശ എന്നാവുകയാണ് ചെയ്യുക. സർവ വിസർഗം ശ് ആയി മാറിയിട്ട് ശർവ. സർവശർവ. സർവശർവ. അടുത്തത് ശിവ എന്നുള്ള പദം. ശിവ എന്നുള്ള വാക്ക് അകാര, ഈ ശർവ എന്നുള്ളത് പിന്നെ അകാരാന്തായിട്ടുള്ള രൂപമാണ്. ശർവായ എന്ന് ചതുർത്ഥിയും വരും. ശർവായ. അപ്പൊ സർവശർവ. അടുത്തത് ശിവ, അകാരാന്തായിട്ടുള്ള രൂപമാണ്. ശിവായ എന്ന് വരും. നാമാവലി വരുമ്പോ ശിവായ എന്ന് വരും. ശിവ എന്നുള്ള വാക്കിന്റെ അർത്ഥം ശുദ്ധനായിട്ടുള്ള ആള് എന്നാണ്. എന്നും ശുദ്ധനായിട്ടുള്ള ആള്, നിത്യശുദ്ധൻ എന്നൊക്കെ പറയാം. അതായത് ഒരു തരത്തിലും സാധാരണ സാത്വികമായിട്ടുള്ള രൂപം, അതില് രാജസ താമസ ഗുണങ്ങളൊക്കെ ചേരുമ്പോൾ കുറച്ച് ഒരു പൂർണ്ണമല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ഒരു അശുദ്ധി ഉണ്ടാവും. അപ്പൊ അത് ബാധിക്കാത്ത ആളാണ്. രജോ ഗുണോ തമോ ഗുണോ ഒന്നും ബാധിക്കാത്ത ആള് എന്നുള്ള അർത്ഥത്തില് അതാണ് ശിവ. എല്ലാവർക്കും പേടി ഈ തമസ്സിനെയൊക്കെയാണ്. അത് രാജസവും ഇതൊക്കെ ഉണ്ടാവരുത് തന്നെയാ പറയാം. അതൊന്നും ഉണ്ടാവാത്ത ആള് എന്നുള്ള അർത്ഥം. അങ്ങനെ ഉണ്ടാവാത്ത ആളാരാണ്? സാക്ഷാൽ ബ്രഹ്മം. അത് ശിവനാണ്, വിഷ്ണുവാണ്, ഒക്കെയാണ്. അതുകൊണ്ടാണ് ശിവ എന്നുള്ള പേര്. അപ്പോ സർവ ശർവ. അവിടെ അതെ ശർവ എന്ന് കഴിഞ്ഞ വിസർഗം ഉണ്ടല്ലോ, അത് ശിവ എന്നുള്ളതിന്റെ കൂടെ പോകും. അപ്പോ ശർവശിവ എന്നാവും. അപ്പൊ സർവശർവശിവ. സർവശർവശിവ. സർവശർവശിവ.
സർവശിവ. അടുത്തത് സ്ഥാണു എന്നുള്ള പദമാണ്. സ്ഥാണു. സ്ഥാണു. സ്ഥാ അക്ഷരം ശ്രദ്ധിക്കണം. സ്ഥാ ആ അക്ഷരം ഥ എന്നുള്ളത് അധികരം ആയിട്ടുള്ള രൂപമാണ്. ഥകാരം അധികരം ആയിട്ടുള്ളതാണ്. സ്ഥാണു. ഈ സ്ഥാണു എന്നുള്ള വാക്കിനൊരർത്ഥമുണ്ട്. അത് സാധാരണ ഈ തൂണ് ഒക്കെ ഉണ്ടല്ലോ, ആ തൂണ് എന്നുള്ള സ്തംഭം, തൂണ് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഇത് പ്രയോഗിക്കുക. ഇതൊക്കെ സാധാരണ ഈ തൂണൊക്കെ എവിടെയാ ഉണ്ടാവുക? ഒരു അറ്റത്ത്. അങ്ങനെയൊക്കെയാണ് സാമാന്യം താങ്ങി നിർത്താൻ ഒക്കെ വേണ്ടിയിട്ടുള്ള. അത് ഉറച്ചു നിൽക്കുന്നതുമാണ് സ്ഥാണു. സാധാരണ പറയും, പിന്നെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ, ഒരാൾ ഒരു സ്ഥലത്ത് ഇരുന്ന് അവിടെ തന്നെ ഇരിക്കുകയാണെന്ന് വിചാരിച്ചാൽ നമ്മള് പൊതുവെ ചോദിക്കാറുണ്ട്, ഇതെന്താ തൂണ് പോലെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോ തൂണ് എന്നുള്ള വാക്കിന് പൊതുവെ ഒരു സ്ഥിരമായിട്ടുള്ളത്, ഒരു അനങ്ങാപ്പാറ എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ. അനങ്ങില്ല, ഉറച്ചതാണ്. ആ അർത്ഥത്തില് സ്ഥാണു എന്നുള്ള പദം പ്രയോഗിക്കാറുണ്ട്. അത് ശാശ്വതമാണ്, അചഞ്ചലമാണ്, സ്ഥിരമാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ മനസ്സിനെയൊക്കെ സ്ഥിരമായിട്ട് നിർത്തി അതിലൂടെ നമുക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കും എന്നുള്ളത് കൊണ്ട് സ്ഥാണു എന്നുള്ള പദം. സ്ഥാണു അത് ഉകാരാതായിട്ടുള്ള രൂപമാണ്. സ്ഥാണു, സ്ഥാണു, സ്ഥാണവ, ഹേ സ്ഥാണു, ഹേ സ്ഥാണു, ഹേ സ്ഥാണവ. അപ്പൊ അവിടെ ചതുർത്ഥിയായിട്ട് വരിക സ്ഥാണവേ എന്നാണ്. സ്ഥാണവേ, അതാണ് ചതുർത്ഥി. അപ്പോ സ്ഥാണവേ നമ. അപ്പോ നമ്മളിപ്പോ എങ്ങനെയാ? സർവശർവശിവ, പിന്നെ സ്ഥാണു. അപ്പൊ സർവശർവശിവ സ്ഥാണു. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നേരത്തെ പോലെ അത്ര എളുപ്പമല്ല. സർവശർവശിവ സ്ഥാണു. സർവശർവശിവ സ്ഥാണു. സർവശിവ സർവശിവ സ്ഥാണു. അടുത്തത് ഭൂതാദി. ഭൂതാദി, അവിടെ 3 തരത്തിലുള്ള അക്ഷരങ്ങളാണ് വരുന്നത്. ഭൂ എന്നുള്ളത് ഘോഷമായിട്ടുള്ള അക്ഷരമാണ്. ഭ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഭൂ. ത എന്നുള്ളത് ഖരമായിട്ടുള്ള അക്ഷരമാണ്. ദി എന്നുള്ളത് മൃദുവായിട്ടുള്ള അക്ഷരമാണ്. 3 തരത്തിലുള്ള ഉച്ചാരണമാണ്. ഭൂതാദി, അവിടെ വിസർഗവും കൂടി വരും. ഭൂതാദി, ഭൂതാദി. ഇതിപ്പോ ആദി എന്നുള്ളത് ഇകാരാന്താണ്. അപ്പൊ അവിടെ ആദി, ആദി, ആദയ. അപ്പൊ കവി എന്നൊക്കെ വരുന്ന പോലെ കവയേ എന്ന് വരും. അപ്പൊ അതുപോലെ ഇവിടെ ഭൂതാദയേ എന്നാ വരിക. ഭൂതാദയേ നമ. നാമാവലിയിൽ ഭൂതാദയേ നമ. അപ്പൊ ഇവിടെ ഭൂതാദി. ഈ ഭൂതം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ഉണ്ടായത് എന്നുള്ള ഒരു അർത്ഥമാണ് ഭൂതം എന്നുള്ളത്. പ്രധാനമായിട്ട് ഈ പഞ്ചഭൂതങ്ങളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് പഞ്ചഭൂതം. പഞ്ചഭൂതങ്ങൾ ഉണ്ടല്ലോ, പൃഥിവി, അപ്പ്, തേജസ്, വായു, ആകാശം, ഇങ്ങനെയുള്ള പഞ്ചഭൂതങ്ങൾ. ആ ഭൂതാദി, ഭൂതങ്ങൾക്ക് ആദിയായിട്ടുള്ള എന്നർത്ഥം. നമ്മുടെ ജീവനൊക്കെ ഉണ്ടായത് പഞ്ചഭൂതങ്ങള് കൂടിയിട്ടാണല്ലോ. ആ ഭൂതങ്ങളുടെ ആദി, ആ ഭൂതങ്ങൾ പോലും ഉണ്ടായത് ഈ പഞ്ചഭൂതങ്ങൾക്ക് പോലും കാരണമായിട്ടുള്ള എന്നർത്ഥം. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഈ 5 ഭൂതങ്ങളുടെ, പഞ്ചഭൂതങ്ങളുടെ കാരണക്കാരനായിട്ടുള്ള, അതിന്റെ സ്രഷ്ടാവായിട്ടുള്ള ആള് എന്നുള്ള അർത്ഥത്തില് ഭൂതാദി. ഭൂതാദി. പിന്നെ നിധി.
അവ്യയ, ഇങ്ങനെ രണ്ട് പദങ്ങൾ. അത് രണ്ടും കൂടി കൂടിയിട്ട് ഉള്ള രൂപത്തിൽ വരും എന്ന് പറയാറുണ്ട്. അപ്പൊ ഏതായാലും ഓരോന്നും നോക്കുമ്പോ അവ്യയ നിധി, അവ്യയ നിധി ആണ്. നിധിരവ്യയ. അപ്പൊ നിധയെ അവ്യയായ എന്നൊക്കെയാണ് ശരിയ. നിധി എന്നുള്ളത് ഇകാരാന്തം. അപ്പൊ നിധയെ എന്ന് വരും. അവ്യയ എന്നുള്ളത് അകാരാന്തം. അപ്പൊ അവ്യയായ എന്ന് വരും. അപ്പൊ നിധയെ അവ്യയായ എന്ന് ചെല്ലാറുണ്ട്. അപ്പൊ നിധയെ, നിധിരവ്യയ, നിധിരവ്യയ. അപ്പോ നിധി എന്ന് പറഞ്ഞാൽ എന്താണ്? നിധി തന്നെ, അമൂല്യമായത്, വളരെ വിലപിടിച്ചത് എന്നൊക്കെയുള്ള അർത്ഥമാണ് നിധി. അവ്യയ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? വ്യയം എന്ന് പറഞ്ഞാൽ ചെലവാവുക, തീരുക. അപ്പൊ ഇത് ചെലവാവാത്തതെന്നർത്ഥം. അപ്പൊ ചെലവാവില്ല എന്ന് പറഞ്ഞാൽ നാശമില്ല, നാശമില്ലാത്ത നിധി എന്നുള്ള അർത്ഥത്തില് അതാണ് നിധിരവ്യയ. അമൂല്യമായ വസ്തുക്കള് അതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുക. നിധീയതേ എന്നുള്ളതാണ് നിധി എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഈ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തില് മുഴുവനായിട്ടും, പ്രപഞ്ചത്തിന് മുഴുവൻ ഉപഘടകമായിരിക്കുന്നയാള് ആ നിധി. ഏതൊരു ആളാണോ ഒരു മാറ്റവുമില്ലാത്ത ഒരു നിധിയായിട്ട് അവശേഷിക്കുന്നത്, ആ ആള്, അതാണ് നിധിരവ്യയ. അപ്പൊ ഭൂതാദി നിധിരവ്യയ. നിധി എന്നുള്ളതും അവ്യയ. അപ്പൊ നിധി വിസർഗം ഉണ്ടല്ലോ, അത് എന്നായിട്ട് മാറും. നിധി നിധിര് അവ്യയ, നിധിരവ്യയ, നിധിരവ്യയ. പിന്നെ ഭൂതാദി എന്നുള്ള വിസർഗമുണ്ട്, അത് എന്നായിട്ട് മാറും. അങ്ങനെ ഭൂതാദിർനിധിരവ്യയ, ഭൂതാദിർനിധിരവ്യയ. അവിടെ നിധി എന്നുള്ള ധ ഘോഷാക്ഷരാണ്. ഭൂതാദിർനിധിരവ്യയ. ഇതൊക്കെ ശ്രദ്ധിക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ട്. അങ്ങനെ വേണം, ബുദ്ധിമുട്ടിക്കൊണ്ട് തന്നെ ചൊല്ലി ശീലിക്കണം. ഭൂതാദിർനിധിരവ്യയ. അവ്യയ, ഭൂതാദിർനിധിരവ്യയ. അടുത്തത് സംഭവ എന്നാണ്. സംഭവ, സംഭവ, സംഭവ എന്ന് പറഞ്ഞാൽ എന്താ? സംഭവ, ഭവ എന്ന് പറഞ്ഞാൽ ഉണ്ടായത് എന്നൊക്കെ അർത്ഥം തന്നെയാണ്. സമ്യക് ഭവൻ, വേണ്ടതുപോലെ ഭവിച്ചവൻ, ആവിർഭവിച്ചവൻ. ആവിർഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവുക. എന്താണ് ഉണ്ടായിട്ടുള്ളത്? ഭഗവാന്റെ എന്താണ് ഉണ്ടായിട്ടുള്ളത്? പലതരത്തിലുള്ള അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് വേണ്ടതുപോലെ ഭവിച്ചവൻ. ആവശ്യത്തിന്, അതാണ് വേണ്ടതുപോലെ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഉണ്ടാവുക, ആവശ്യത്തിനുണ്ടായവൻ എന്നർത്ഥം. ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് രൂപമെടുത്തവൻ, അതാണ് സംഭവ. സമ്യക് എന്ന് പറഞ്ഞാൽ വേണ്ടതുപോലെ ഭവിച്ചവൻ. വേണ്ടതുപോലെ ആവുക എപ്പോഴാണ്? നമുക്ക് ആവശ്യത്തിന് കിട്ടുമ്പോഴാണ്. എന്തുന്നായാലും ശരി, അത് നമുക്ക് ആവശ്യത്തിന് കിട്ടുമ്പോഴാണ്. നല്ലതായാലും ശരി, അത് നമ്മുടെ ആവശ്യത്തിന് കിട്ടുമ്പോഴാണ് നമുക്കത് സംഭവമാവുക. ആളൊരു സംഭവമാണ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സംഭവമായിട്ട് നമുക്കത് ആവണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപകരിക്കണം. ഇല്ലെങ്കിൽ അതിനെ കൊണ്ട് ഒരു കാര്യമില്ല. എത്ര ശ്രേഷ്ഠനായാലും, എത്ര വില കൂടിയ ഒരു രത്നമായാലും, പണമായാലും, ഭക്ഷണമായാലും ഒക്കെ അതൊക്കെ ആവശ്യക്കാർക്ക് മാത്രമാണ്. ഇതേപോലെ ഇപ്പൊ സംഭവം, ഭക്ഷണം, വിശപ്പ് ഇല്ലാത്ത ഒരാൾ നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ച് ഇരിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊണ്ടു കൊടുത്താൽ അത് ആവശ്യമേ അല്ല, അതൊരു സംഭവമേ അല്ല.
എന്നാൽ അങ്ങനെ അല്ലാത്ത ആൾക്ക് ആവശ്യത്തിന് കൊടുത്താൽ അത് സംഭവമാണ്. അല്ല, അതൊക്കെ ഞാൻ മനസ്സിലാവാൻ വേണ്ടി എളുപ്പത്തിന് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ സംഭവ, അപ്പൊ സംഭവം എന്ന് പറയുമ്പോൾ പിന്നെ ഉണ്ടായ ആള്, ഉണ്ടാക്കിയ ആള് എന്നൊക്കെ എടുക്കാം. പലതിനെയും ഉണ്ടായ, പല തരത്തിലും ഉണ്ടായ ആള്, പലതിനെയും ഉണ്ടാക്കിയ ആള്, അവിടെ നിന്നാണ് പലതും ഉണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിൽ പറയാം. എല്ലാത്തിൻ്റെയും ഉറവിടം എന്നൊക്കെ അർത്ഥം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സംഭവം ഉണ്ടായത്, സംഭവിച്ചത്? അതായത് ധർമ്മത്തെ ഉയർത്താൻ വേണ്ടിയിട്ട് പല പല സന്ദർഭത്തിലും ഉണ്ടായിട്ടുള്ള ആള്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർ ഭവതി, ഭവതി എന്ന് പറയുന്നത് അവിടെ ഭവിക്കുന്നു, അതാണ് സംഭവ. ഇപ്പൊ സംഭവ, അവിടെ ഭ എന്നുള്ള അക്ഷരം ശ്രദ്ധിക്കണം. സംഭവ ആയ പോരാ, സംഭവ. ആ സംഭവ എന്നുള്ളത് ഈ അടുത്ത പദമായിട്ട് കൂടിച്ചേരുമ്പോ എങ്ങനെയാ അറിയോ? സംഭവോ എന്നാണ് മാറുക. ആ വിസർഗം ര് എന്നായിട്ട് അങ്ങനെ അവസാനം ഓ എന്നാണ് അവസാനിക്കുക. സംഭവോ. പിന്നെയുള്ളത് ഭാവന. ഭാ അക്ഷരം ശ്രദ്ധിക്കണം. ഭാവന. ഭാവന എന്നുള്ള വാക്കിന് നമുക്കറിയുന്നത് തന്നെയാണ് ഭാവന ചെയ്യുന്നത് എന്നർത്ഥം. ഭാവന ചെയ്യുന്നയാള്. എന്താണോ ഭാവന ചെയ്യുന്നത് അതിനെ നടപ്പിലാക്കുന്നയാൾ. എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അത് കൊടുക്കുന്നയാൾ, അത് നടപ്പിലാക്കുന്നയാൾ. എന്ത് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു അത് കൊടുക്കുന്നയാൾ. ഭക്തന്മാരുടെ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുന്നയാൾ എന്നർത്ഥം. ഓരോരുത്തർക്കും സുഖദുഃഖങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുന്നയാൾ, അതിൻ്റെയൊക്കെ കർത്താവായിട്ടുള്ളയാൾ. സാധാരണ നിലയ്ക്ക് പറയുകയാണെങ്കിൽ തിന്മയൊക്കെ ഇല്ലാതാക്കിയിട്ട് നന്മയെ കൊടുക്കുകയാണ് ചെയ്യുക. അതിനെയൊക്കെ ഭാവന ചെയ്യുന്ന എല്ലാം ഇങ്ങനെയൊക്കെ പല അർത്ഥത്തിലും നമുക്ക് പറയാം. ഭാവന. ഇപ്പൊ സംഭവോ ഭാവന. അപ്പൊ ഭാവന എന്നുള്ളത് ഭാവനോ എന്നുമായി മാറും. സംഭവോ എന്നായതുപോലെ തന്നെ ഭാവന എന്നുള്ളത് ഭാവനോ എന്നായി മാറും. അടുത്തത് ഭർത്ത. ഭർത്ത, ഭർത്ത, ഭർത്ത. ഭർത്ത എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ഭരിക്കുന്നവനാണ് ഭർത്താവ്. ആ അർത്ഥത്തിലാണ് അർത്ഥം. അപ്പോ എന്തിനെ ഭരിക്കുന്നയാളാണ്? ഈ ലോകത്തെ ഭരിക്കുന്നയാളാണ്. ഈ ലോകത്തെ മുഴുവൻ ഭരിക്കുന്നയാളാണ്. ലോകത്തെ ഭരിക്കുന്നു, രക്ഷിക്കുന്നു, രക്ഷിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. രാജാവ് അങ്ങനെയല്ലേ? ഭരിക്കുക എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക, വേണ്ട ആൾക്കാരെ രക്ഷിക്കുക, ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കുക ഒക്കെയാണല്ലോ ഭരിക്കുക. അതേപോലെ തന്നെ ഭർത്ത എന്ന് പറയും. അപ്പൊ ഭർത്ത എന്നുള്ളത് ഋകാരാന്താണ്. അപ്പൊ ഭർത്രേ എന്നാ വരിക. ഭർത്രേ എന്നാണ് അതിന്റെ വരിക. നാമാവലി വരുമ്പോ ഭർത്രേ നമ എന്ന് വരും. അപ്പൊ സംഭവോ ഭാവനോ ഭർത്ര, സംഭവോ ഭാവനോ ഭർത്ത, സംഭവോ ഭാവനോ ഭർത്ത. അടുത്തത് പ്രഭവ എന്ന. പ്രഭവ, പ്രഭവ, പ്ര ഭ വ, പ്രഭവ. പ്രഭവ എന്നുള്ള വാക്ക് നമ്മൾ നേരത്തെ സംഭവ എന്ന് പറഞ്ഞില്ലേ? ഏതാണ്ട് അതേപോലെ തന്നെ ഒരർത്ഥാണ്. പ്രകരുഷമായിട്ട് ഭവിച്ചവൻ, ആ ഒരർത്ഥാണ് പ്രഭവ എന്ന് പറയുമ്പോൾ. അപ്പൊ അത് ഈ പഞ്ചഭൂതങ്ങളുടെ ഒക്കെ, അവർക്കൊക്കെ, ആ പഞ്ചഭൂതങ്ങൾക്കൊക്കെ ഉറവിടമായ എന്നുള്ള ഒരർത്ഥം തന്നെ എടുക്കാം. പലതും പ്രഭവിച്ചത്, പ്രകരുഷേണ ഭവിച്ചത്, അത് തന്നെയാണ് പ്രഭവ. നമ്മൾ നേരത്തെ പറഞ്ഞ ഏതാണ്ട് അർത്ഥം തന്നെ. ഇപ്പൊ പ്രഭവായ എന്ന് വരും. അകാരാന്തായതുകൊണ്ട് പ്രഭവായ. സംഭവോ ഭാവനോ ഭർത്ത പ്രഭവ. അടുത്തത് പ്രഭു. പ്രഭു എന്നുള്ളതാണ് അടുത്ത പദം.
അവിടെ അക്ഷരം ശ്രദ്ധിക്കണം. പ്രഭു, പ്രഭു, അത് ഉകാരാന്താണ്. അപ്പോൾ അതിന്റെ ചതുർത്ഥി വരിക പ്രഭവേ എന്നാണ്. പ്രഭവേ. ഇപ്പൊ പ്രഭവേ നമ എന്ന് വരും. പ്രഭു, പ്രഭു എന്ന് പറഞ്ഞാൽ ആരാണ്? വളരെ ശക്തനായിട്ടുള്ള ആള് എന്നുള്ള അർത്ഥത്തിൽ പറയാം. എന്തും ചെയ്യാൻ സാധിക്കുന്നയാള്. കർത്തും അകർത്തും അന്യഥാകർത്തും എന്ന് പറയും. പ്രഭു എന്നുള്ളതിന് നിർവചനമായിട്ട് പറയും. കർത്തും അകർത്തും അന്യഥാകർത്തും, ചെയ്യാൻ കഴിയുന്നയാളാണ്, ചെയ്യാതിരിക്കാൻ കഴിയുന്നയാളാണ്, വേറൊരു തരത്തിൽ മാറ്റാൻ കഴിവുള്ള ആളാണ്. അതാണ് ചെയ്യാനും ചെയ്യാതിരിക്കാനും അതിനെ മാറ്റിയിട്ട് വേറൊരു തരത്തിലാക്കാനും ഒക്കെ കഴിവുള്ള ആള്. ഇതിനൊക്കെ സാധിക്കുന്ന അതാണ് പ്രഭു. അടുത്തത് ഈശ്വര. ഈശ്വര, ഈശ്വര എന്നുള്ളത് അകാരാന്താണ്. അപ്പൊ ഈശ്വരായ എന്ന് വരും. ഈശ്വരായ നമ. ഈശ്വരൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഐശ്വര്യം ഉള്ളത് കൊണ്ടാണ് ഈശ്വരൻ എന്നുള്ള പേര്. ഐശ്വര്യം എന്ന് പറയുമ്പോൾ അഷ്ടൈശ്വര്യങ്ങള് എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങളുടെയും കലവറ എന്നോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഈശൻ എന്നോ അതിൻ്റെയൊക്കെ ഉടമസ്ഥൻ എന്നോ ഒക്കെ പറയാം. അതാണ് ഈശ. അത് തന്നെയാണ് ഈശ്വരൻ. അതിന് വേറൊരാളുടെ സഹായം ആവശ്യമില്ല, ഒക്കെ അവനവന് സാധിക്കും. അതാണ് ഈശ്വര. പ്രഭവ, പ്രഭു. അപ്പൊ പ്രഭു എന്നുള്ളത് ആ വിസർഗം ര് എന്നായിട്ട് ഈശ്വര. പ്രഭുര് ഈശ്വര, പ്രഭു ഈശ്വര എന്നാവും. പ്രഭു ഈശ്വര എന്നാവും. അപ്പൊ സർവശിവസ്ഥാണു. 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 ഭൂതാദിർനിധിരവ്യയ. 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 സംഭവോ ഭാവനോ ഭർത്താ. സംഭവോ ഭാവനോ ഭർത്താ. സംഭവോ ഭാവനോ ഭർത്താ. പ്രഭവ പ്രഭുരീശ്വര. പ്രഭവ പ്രഭുരീശ്വര. പ്രഭവ പ്രഭുരീശ്വര. സർവശർവശിവസ്ഥാണുർ. ഭൂതാദിർനിധിരവ്യയ. സംഭവോ ഭാവനോ ഭർത്താ. പ്രഭവ പ്രഭുരീശ്വര. സർവശർവശിവസ്ഥാണുർ. ഭൂതാദിർനിധിരവ്യയ. സംഭവോ ഭാവനോ ഭർത്താ. പ്രഭവ പ്രഭുരീശ്വര. സർവശർവശിവസ്ഥാണുർ. ഭൂതാദിർനിധിരവ്യയ.
സംഭവോ ഭാവനോ ഭർത്ത പ്രഭവ പ്രഭുരീശ്വര. ഇന്ന് പഠിച്ച രണ്ടും കൂടി ഒന്ന് ചൊല്ലി നോക്കാം. യോഗോ യോഗവിദാം നേതാ പ്രധാന പുരുഷേശ്വര നാരസിംഹവപു ശ്രീമാൻ കേശവ പുരുഷോത്തമ സർവശർവശിവസ്ഥാണുർ ഭൂതാതിർനിധിരവ്യയ സംഭവോ ഭാവനോ ഭർത്ത പ്രഭവ പ്രഭുരീശ്വര. ഞാൻ ഒന്നുകൂടി ഈ രണ്ടും കൂടി ചെല്ലാം. യോഗോ യോഗവിദാം നേതാ പ്രധാന പുരുഷേശ്വര നാരസിംഹവപു ശ്രീമാൻ കേശവ പുരുഷോത്തമ സർവശർവശിവസ്ഥാണുർഭൂതാതിർനിധിരവ്യയ സംഭവോ ഭാവനോ ഭർത്ത പ്രഭവ പ്രഭുരീശ്വര. തൽക്കാലം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. സർവേഷാം നമസ്കാരം. ഇത് കഴിഞ്ഞിട്ട് നിർത്തിയതിനു ശേഷം ഒരു കാര്യം കൂടി പറയാം.